ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് മാലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ബോട്ട് വന്നിട്ടുണ്ട്. ഇതിലുള്ള ഒരു ബോട്ടിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ യാത്രകളും വിശേഷങ്ങളായിട്ട് നമുക്കിന്ന് കാണാം. ഇനി അങ്ങോട്ട് മൊത്തം വോയിസ് ഓവറാണ് കേട്ടോ. കാരണം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ ആളുകൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. അപ്പോൾ ഞങ്ങളിതേ മാലയിലെത്തിയിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാൻ മാലയിലെത്തി ഇറങ്ങി. നല്ല പൊരി വെയിലായിരുന്നു. വെയിലൊക്കെ കൊണ്ട് വണ്ടി കിട്ടാൻ വേണ്ടി ഭയങ്കര തെരച്ചിലായിരുന്നു. ആക്ച്വലി ഞാൻ മെല്ലെ പോയി റോഡൊക്കെ ക്രോസ് ചെയ്ത് പോയി നിന്നപ്പോൾ ഒരു വണ്ടി വന്നേ. ഞാൻ ഓടിക്കയറി. ആക്ച്വലി അത് വേറെ ആൾക്കുള്ള വണ്ടിയായിരുന്നു. പിന്നെ കൂടെ വന്ന ചേച്ചിയുടെ ഒരു കൺസിഡറേഷൻ കൊണ്ട് എന്നോടും കൂടി കയറിക്കോളാൻ പറഞ്ഞു. അവിടെ എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ രണ്ടുപേരൊക്കെ വില്ലിങ് ആണെങ്കിൽ അവർ നമ്മളെ കയറ്റി പോകും. കാരണം അവർക്ക് അത്രയും പ്രോഫിറ്റാണ്. അതുകൊണ്ട് അങ്ങനെ വണ്ടിയൊക്കെ കയറി ഈ ഫ്രണ്ടിലാണ് ഞാൻ പോയിരുന്നത്. നല്ല രസമായിരുന്നു കാണാൻ. കുറേ ബിൽഡിങ്സ്. ആക്ച്വലി ഒരു പ്രദേശത്ത് നിന്നും നഗരപ്രദേശത്തേക്ക് വന്ന ഒരു ഫീലായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ നടന്ന് ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വേറെ എവിടെ എത്തിയ പോലെ തോന്നിയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതേ ഈ ബോർഡങ്ങ് കണ്ടപ്പോഴാണ്. എൻ്റെ പൊന്ന് സാറേ, നമ്മുടെ ഇന്ത്യയുടെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ സത്യം പറയാലോ, നമ്മൾ വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഗൂസ് ബംസ് ആണ്. അതുകൊണ്ട് ഞാൻ SBI കണ്ടപ്പോൾ തന്നെ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെയും ഭയങ്കര സന്തോഷത്തിലായി. ഓക്കെ, അങ്ങനെ ടോക്കണൊക്കെ എടുത്ത് നമ്മുടെ നാട്ടിലെ പോലെ ടോക്കണൊക്കെ ഇവിടെ എടുത്ത് വെയിറ്റിംഗ് ആണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നതാണ് കേട്ടോ. സോറി, അത് പറയാൻ മറന്നുപോയി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തു. അങ്ങനെ ഞാൻ വീണ്ടും നടക്കാൻ ആരംഭിച്ചു. ആക്ച്വലി അവിടെ മാലയിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാസ്ക്കാണ്. വളരെ കുറച്ച് ചെറിയ റോഡായിരിക്കും. പിന്നെ നമ്മുടെ സ്ഥിരം വിശപ്പ് വന്നു. ഓക്കെ, ആദ്യം പോയി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ബാങ്കിൻ്റെ താഴെ തന്നെയുള്ള ഒരു ചെറിയ ഷോപ്പായിരുന്നു. നല്ല ചായ ആയിരുന്നു. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫീസും ടീയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ സംഭവമാണ് ഞാൻ കഴിച്ചത്. ട്യൂണ പയ്യാണ്. ട്യൂണ എന്ന് കേട്ടാൽ ഞാൻ അവിടെ മരിച്ചങ്ങ് വീഴും. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഫിഷാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്ത് കണ്ടാലും നമ്മളത് വാങ്ങിച്ചിരിക്കും. അങ്ങനെ അതെല്ലാം കഴിച്ച് വീണ്ടും എൻ്റെ ഷെയ്ഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്രയും വെയിലാണ്. പൊരി വെയിലത്തൊരു കുട പോലും ഇല്ലാണ്ടാണ് ഞാൻ നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ബസ്സുകൾ കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. ഈ ബസ്സിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ബട്ട് നല്ല രസമായിരുന്നു. ഈ ബസ്സിൽ പോകാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് അന്തം വിട്ട് കുന്തം മെഴുകി നിൽക്കുകയാണ്. സത്യമായിട്ടും എങ്ങോട്ട് പോകണം എന്നറിയാതെ. പിന്നെ എനിക്ക് എൻ്റെ ബ്രേസസ് ടൈറ്റ് ചെയ്യാനൊക്കെ പോകണമായിരുന്നു. അങ്ങനെ എനിക്ക് അറിയത്തില്ല എവിടെ പോകണമെന്ന്. അങ്ങനെ എനിക്ക് അറിയുന്ന ഒരാളെ കോൺടാക്ട് ചെയ്ത് ആൾ വഴിയാണ് അങ്ങനെ അവിടെയൊക്കെ പോയി. അതെല്ലാം തീർന്ന് അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ അപ്പുറത്ത് കടലും ഇപ്പുറത്ത് റോഡും അങ്ങനെ ഈ കടലും നോക്കി നിൽക്കുകയാണ്. ഈ കാണുന്ന നെസ്രു സ്പീഡ് 8-ലാണ് 9-ലാണ് എനിക്ക് പോകേണ്ടത്, തിരിച്ചു പോകേണ്ടത്. പക്ഷെ എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു എൻ്റെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ. പിന്നെ ഇങ്ങനെ ഓരോ റോഡ് വഴിയൊക്കെ നടന്ന് ഇത് സുപ്രീം കോർട്ടാണ് മാൽദീവ്സിലെ. നല്ല രസമായിരുന്നു കേട്ടോ ബിൽഡിങ്സ് എല്ലാം കാണാം. എനിക്ക് അങ്ങനെ ബാക്കിൽ പോയി നിന്ന് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതെല്ലാം അവിടുത്തെ ഓരോ സ്ഥലങ്ങളാണ്. ഇതിനടുത്തായിരുന്നു എൻ്റെ ബ്രേസസ് ടൈറ്റ് ചെയ്യുന്ന ക്ലിനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നതാണ്. പിന്നെ എഗെയിൻ എനിക്ക് വിശക്കുന്നു. ഇതൊരു പിസ്സയാണ്, നമ്മുടെ നാട്ടിലെ പോലെ ഡിഫറെൻറ്റ് പിസ്സ. അങ്ങനെ അത് ഞാൻ ഈ പാർക്കിൻ്റെ അവിടെ ഇരുന്നാണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഇതേ കുറേ പ്രാവിനൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പ്രാവിനെയൊക്കെ കുറേ ഉപദ്രവിക്കാനൊക്കെ നോക്കി. പിന്നെ അത് ഫുഡ് കിട്ടിയതുകൊണ്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ അതിൻ്റെ വഴിക്ക് നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം തീർന്നപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ പോയി. ഇതൊരു ഇന്ത്യൻ ഹോട്ടലായിരുന്നു. ഇവിടെ പാട്ടൊക്കെ നമ്മുടെ വിജയുടെ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. കയറിപ്പോൾ ടമൽ ഹോട്ടലാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. പാട്ടൊക്കെ കേട്ടു നമ്മൾ ചായയൊക്കെ കുടിച്ച് ഈ സ്നാക്സൊക്കെ കുറേ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ എൻ്റെ ലൈറ്റ് ടീ കുടിച്ച് അവിടുന്ന് മെല്ലെ ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് ഒരു വെജിറ്റബിൾ മാർക്കറ്റാണത് ആക്ച്വലി. കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ഐലൻഡിലൊന്നും കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ണ് തള്ളിപ്പോയി. നമ്മുടെ നാട്ടിൽ പോലും കിട്ടാത്ത ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ട, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നല്ല ചക്ക പോലെ ഉണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് ആക്ച്വലി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം. ഇതുകൊണ്ട് ഇവർ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടാക്കും. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ആയി എല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു. അങ്ങനെ ഞാനതെല്ലാം കണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബോട്ടിൽ തിരിച്ചു വരാം. നല്ല വെയിലുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ വരുന്ന സമയത്താണ് ഇതിന് ഉരു എന്നല്ലേ പറയുക, ഉരു. അതൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങൾ, കുറേ കപ്പലും പോലത്തെ സാധനങ്ങളൊക്കെ കടലിൽ കണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ വീഡിയോ എടുത്ത് കുറച്ചൊക്കെ കണ്ടൊക്കെ ആസ്വദിച്ച് നല്ല രസമായിരുന്നു. അങ്ങനെ ഞാൻ ഞങ്ങൾ തൊടു ഐലൻഡിൽ ബാക്കി തിരിച്ചെത്തിയിരിക്കുകയാണ്. കണ്ടോ, തിരിച്ചെത്തിയപ്പോൾ എന്തോ എനിക്കറിയത്തില്ല, വീട്ടിലെത്തിയ സന്തോഷം തോന്നി. കാരണം ഒറ്റയ്ക്കായിരുന്നു പോയത് ഞാൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ സോളിറ്റ്യൂഡൊക്കെ എൻജോയ് ചെയ്തു. തിരിച്ചിവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി.
അങ്ങനെ ഞാൻ മെല്ലെ ഇറങ്ങി അന്നത്തെ ദിവസം മെല്ലെ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. വേറെ അപ്പം എന്താ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.